Hello everyone, welcome back to a new video. Today we'll be discussing the topic multiple intelligence in the paper MAS4 ELT. So, multiple intelligence was a theory that was developed in 1983 by Dr. Howard Gardner. The theory suggests that there are a number of distinct forms of intelligences that each individual possesses in varying degrees, and all these intelligences are needed to live life well. So, in Howard Gardner's definition, intelligence is a biopsychological potential to process information that can be activated in a cultural setting to solve problems or create products that are of value in a culture. And he claims that human beings have multiple intelligence. It's not just a single intelligence. And these can be nurtured and strengthened or ignored and weakened. And his research from 1991 identified 7 intelligences. But in over time, he came to identify that there are actually 9 intelligences. Now, we'll be looking at what all these are. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ തിയറി ഡെഫിനേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഉള്ളിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ന്യൂമറസ് ഇൻ്റലിജൻസസ് ഉണ്ടെന്നും അത് ഓരോ വ്യക്തിക്കും ചിലപ്പോൾ ഓരോ ഇൻ്റലിജൻസിനായിരിക്കും ഒരു പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ കരിയർ പാത്തും സെറ്റ് ആവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു തിയറി പറയുന്നത്. ഹവേർഡ് ഗാർഡനറാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം ഒരു 9 ഇൻ്റലിജൻസസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ഈസ് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. This intelligence implies the ability to learn and use language, and those who have high linguistic intelligence are good at listening, speaking, reading and writing. So, ആദ്യത്തെ ഇൻ്റലിജൻസ് ലിംഗ്വിസ്റ്റിക് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. ഇത് പേര് പോലെ തന്നെ ലാംഗ്വേജ് റിലേറ്റഡ് ആണ്. ഈ ഒരു ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ കൂടുതൽ ലിംഗ്വിസ്റ്റിക്കലി ആ ഒരു പൊട്ടൻഷ്യൽ കൂടുതൽ കാണും. നന്നായി ശ്രദ്ധിക്കാനും നന്നായി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും ഇവർ കൂടുതലും ഇവരുടെ കരിയർ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഫിലോസഫേഴ്സ്, ജേർണലിസ്റ്റ്, പൊളിറ്റീഷ്യൻ, പോയറ്റ്, ട്രാൻസ്ലേറ്റേഴ്സ്, ടീച്ചേഴ്സ്, ആ ഒരു കരിയർ പാത്തായിരിക്കും മിക്കപ്പോഴും ലിംഗ്വിസ്റ്റിക്കലി ഇൻ്റലിജൻസ് കൂടുതലുള്ളവർ എടുക്കുന്നത്. കാരണം അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ട്, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്, അതൊക്കെ കൊണ്ടാണ്. ദ സെക്കൻഡ് വൺ ഇസ് മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഇൻ്റലിജൻസ്. ദിസ് ഇൻ്റലിജൻസ് ഇംപ്ലൈസ് ദ എബിലിറ്റി ടു അനലൈസ് പ്രോബ്ലംസ് ലോജിക്കലി, ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇഷ്യൂസ് സയൻറ്റിഫിക്കലി. അപ്പോൾ ഈ ഒരു ഇതിലും എഗെയിൻ പേര് പോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഈ ഒരു ഇൻ്റലിജൻസ് ഉള്ളവർക്ക് കുറച്ചും കൂടി താല്പര്യവും കാണും, അതിനുള്ള കഴിവും കാണും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മാത്സ്, അതുപോലെ ചെസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ രീതിയിലൊക്കെ ഇവർക്ക് ഇവരുടെ കഴിവ് കാണിക്കാൻ പറ്റും. ഇവരുടെ കരിയർ ഓപ്ഷനായിട്ട് വരുന്നത് സയൻറ്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻസ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, അക്കൗണ്ടൻസ് എക്സെട്ര. Next is musical intelligence. This intelligence, again, like the name, implies the ability to produce and appreciate music. അപ്പോൾ കൂടുതലും പാടാനും അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനും മെലഡീസ് ഒക്കെ ഓർത്തിരിക്കാനും അതുപോലെ ഈ പാട്ടിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനും കഴിവുള്ളവർക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നതും മ്യൂസിഷ്യൻസ്, സിംഗേഴ്സ്, കമ്പോസേഴ്സ്, ആ ഒരു ലെവലായിരിക്കും. അവർക്ക് കുറച്ചും കൂടി മ്യൂസിക്കിനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. ആൻഡ് ദി ഫോർത്ത് വൺ ഇസ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ദിസ് ഇൻ്റലിജൻസ് ഇംപ്ലൈസ് ദ എബിലിറ്റി ടു പെർസീവ് വിഷൻ ആൻഡ് സ്പേഷ്യൽ ജഡ്ജ്മെൻറ്റ്. ആൻഡ് ദോസ് ഹു ഹാവ് ദിസ് ഇൻ്റലിജൻസ് ആർ ഗുഡ് അറ്റ് വിഷ്വലൈസിങ് ആൻഡ് മെൻ്റലി മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. അതായത് പെയിൻറ്റിങ്ങിൽ താല്പര്യമുള്ളവർ ഒബ്ജക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യാനും അങ്ങനത്തെ രീതിയിൽ ആ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ അത് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് ആ ഒരു ഇമാജിനേഷൻ ഉള്ള കൂട്ടർക്ക് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്.
അവരുടെ കരിയർ ഓപ്ഷൻ മെയിനായിട്ട് വരുന്നത് ആർക്കിടെക്റ്റ്, സ്കൾപ്ചർ, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, മെക്കാനിക്സ്, പൈലറ്റ്സ്, എൻജിനീയേഴ്സ്, ആർട്ടിസ്റ്റ് എക്സെട്ര. അപ്പോൾ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിവുള്ളവരാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവർ. നെക്സ്റ്റ് ഇസ് ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്. This intelligence implies the ability to use parts of the body to solve problem or create something. Again, പേര് പോലെ തന്നെ നമ്മുടെ ബോഡി ഉപയോഗിച്ച് ഒരു കാര്യം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യാനോ കഴിവുള്ളവരാണ് ബോഡി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർ. അപ്പോൾ അവർക്ക് അവരുടെ ബോഡി ഉപയോഗിച്ച് തന്നെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡാൻസേഴ്സ്, അതുപോലെ തന്നെ മൈമിങ്, സ്പോർട്സ്, ക്രാഫ്റ്റ്, ആക്ടിങ്, അതിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അത്ലറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, ഫയർ ഫൈറ്റേഴ്സ്, സോൾജേഴ്സ് എക്സെട്ര, അവരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ ഒരു ബോഡിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ബോഡി ലാംഗ്വേജിലൂടെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് interpersonal intelligence. This intelligence implies the ability to interact successfully with others. Those who have this intelligence try to see things from others' perspective. അപ്പോൾ interpersonal intelligence ഉള്ളവർ പൊതുവെ എക്സ്ട്രോവേർട്സ് ആയിരിക്കും. അവർക്ക് വെർബലി ആണെങ്കിലും നോൺ വെർബലി ആണെങ്കിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ആംബിക്കബിളായിട്ട് സോൾവ് ചെയ്യാനും അറിയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിസിനസ് പേഴ്സൺ, പൊളിറ്റീഷ്യൻസ്, മാനേജേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, കൗൺസിലേഴ്സ്, ഇതൊക്കെയാണ് ഈ ഒരു ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഫീൽഡിലെല്ലാം തന്നെ അവർ എക്സ്ട്രോവേർട്ടായിട്ട് നിൽക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് അതും അറിഞ്ഞിരിക്കണം. And then its opposite, intrapersonal intelligence implies the ability to understand oneself, to appreciate one's feelings, fears, motivation, dreams, strength, weaknesses, etc. അപ്പോൾ ഇൻ്റർപേഴ്സണലിന് നേരെ ഓപ്പോസിറ്റാണ് ഇൻട്രാപേഴ്സണൽ. ഇവിടെ ആൾക്കാർ കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആയിരിക്കും. അവർക്ക് അവരുടേതായ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഫീലിങ്സും ആളുടെ ഡ്രീംസും മോട്ടിവേഷനും എല്ലാം തന്നെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കാണും. ആൻഡ് അവരുടെ കരിയർ ഓപ്ഷനാണ് ഫിലോസഫേഴ്സ്, സൈക്കോളജിസ്റ്റ്, സയൻറ്റിസ്റ്റ്, റിസർച്ചേഴ്സ്. ഈ ഒരു കരിയർ ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഫീൽഡിൽ വേണ്ടതും ആ ഒരു വ്യക്തിയെ അറിയുക, ആ ഒരു വ്യക്തിയുടെ മനസ്സറിയുക, അങ്ങനത്തെ രീതിയിൽ കുറച്ചും കൂടി ഒരു ഇൻട്രോവേർട്ടഡ്നെസ് ആവശ്യമുള്ള അല്ലെങ്കിൽ പൊതുവെ ഉള്ള ഒരു ആൾക്കാർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കരിയർ ഓപ്ഷനാണ് ഇതൊക്കെ. ആൻഡ് ദെൻ വി ഹാവ് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. This implies the ability to nurture and relate information to one's natural surroundings. So, such persons are said to have great sensitivity to nature and their places within it. അതായത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ മൃഗസ്നേഹികൾ, അതുപോലെ തന്നെ കാലാവസ്ഥ അറിയാൻ പറ്റുന്ന ഒരു വെതർ ഫോർകാസ്റ്റിംഗ് എബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ്, ഗാർഡനേഴ്സ്, കൺസർവേഷനിസ്റ്റ്, ഫാർമേഴ്സ്, മീറ്റിയോറോളജിസ്റ്റ്, ഇതൊക്കെയാണ്. കുറച്ചും കൂടി പ്രകൃതിയെ കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവുള്ളവർ. ആൻഡ് ദെൻ വി ഹാവ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, വിച്ച് ഇസ് ദ ലാസ്റ്റ് വൺ. This intelligence implies the ability to raise and reflect on philosophical questions about life, death and ultimate realities. അതായത് കുറച്ചും കൂടി ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ആണിത്. ലൈഫിൻ്റെ മീനിങ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പേർപ്പസ്, ഈ ഒരു ലോകത്ത് മനുഷ്യൻ്റെ പേർപ്പസ് എന്താണെന്നത്തെ രീതിയിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതുപോലെ തന്നെ അതിനെ പറ്റി ചിന്തിക്കാനും കഴിവുള്ളവരാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവർ. സോ ഇവിടെ പറയുന്നത് എല്ലാവർക്കും ഈ ഒരു എല്ലാ ഇൻ്റലിജൻസും ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ 8 to 9 ഇൻ്റലിജൻസസ്
എല്ലാം എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം ഡോമിനൻ്റ് ആയിട്ട് നിൽക്കും. 1-2 എണ്ണം ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലരും പല കരിയർ ഓപ്ഷനിൽ പോകുന്നത്. ഇപ്പോൾ എന്താണ്, ഫോർ സമ്മൺ ഹു ലൈക്സ് ടു ടീച്ചർ ആവാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു പക്ഷേ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കുറച്ചും കൂടി കൂടുതലായിരിക്കാം, ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ളൊരു കഴിവ് കുറച്ചും കൂടി കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്നതോ താല്പര്യമുള്ളവരോ ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു പാട്ട് പാടാൻ ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും കുറച്ചും കൂടി ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ ഇൻ്റലിജൻസും ഉണ്ട്, പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റലിജൻസ് മാത്രമായിരിക്കും കുറച്ചും കൂടി ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ആണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഇൻ്റലിജൻസസും എല്ലാവരുടെ ഉള്ളിലുണ്ട്, പക്ഷേ 1-2 ഇൻ്റലിജൻസ് മാത്രം ഡോമിനൻ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻ്റലിജൻസ് അനുസരിച്ച് എന്താണ് നമ്മുടെ താല്പര്യങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മുടെ കരിയർ ഓപ്ഷനും ക്രിയേറ്റ് ആയി വരുന്നത്. So that is basically the idea about multiple intelligence theory. I hope this was useful. So I'll see you in the next video with a new topic. Till then, take care and thank you for listening.